ഒരിക്കൽ ഒരു യാത്രാ സംഘം ഒരു ദീർഘയാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. ലോങ് ട്രിപ്പ്. വളരെ ദൂരത്തോളം ഭാരമുള്ള ചുമടുകളുമായി കാൽനടയായിട്ടാണ് അവർക്ക് നടക്കേണ്ടതായിട്ട്. യാത്ര പുറപ്പെടാൻ നേരം ഓരോരുത്തരായി ഭാണ്ഡക്കെട്ടുകൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഭക്ഷണ സാധനങ്ങൾ നിറച്ച ഭാണ്ഡക്കെട്ട് ഞാൻ ചുമന്നുകൊള്ളാം. ഇത് കേട്ട് എല്ലാവരും അയാളെ നോക്കി കളിയാക്കി ചിരിച്ചു. കാരണം ആ ഭാണ്ഡങ്ങളിൽ ഏറ്റവും വലുതും ഭാരമേറിയതും ഈ കെട്ടാണ്. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. ഭാരമേറിയ ഭാണ്ഡവും ചുമന്നുകൊണ്ട് അയാൾ വേച്ചു നടന്നു തുടങ്ങി. ഇപ്പോൾ വീഴും എന്നെല്ലാവരും കരുതി. പക്ഷേ അയാൾ വീണില്ല. എല്ലാവരുടെ കയ്യിലും ഭാരമുള്ള ഭാണ്ഡങ്ങളാണെങ്കിലും തൻ്റെ ഭാണ്ഡക്കെട്ടിൻ്റെ ഭാരം കാരണം അയാൾക്ക് വളരെ പിന്നിലായിട്ടാണ് നടക്കാൻ പറ്റിയത്. അങ്ങനെ കുറേ നേരം സഞ്ചരിച്ചു. അവരെല്ലാവരും ഒരിടത്തിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇതോടെ ഈ ഭാരക്കെട്ടിൻ്റെ ഭാരത്തിൽ കാര്യമായ കുറവുണ്ടായി. അപ്പോൾ അയാൾക്ക് പഴയതിലും വേഗത്തിലും എളുപ്പത്തിലും നടക്കാൻ കഴിഞ്ഞു. കുറേ ദൂരം കൂടി പിന്നിട്ടപ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇരുന്നു. ഇതോടെ ഭാണ്ഡത്തിൻ്റെ ഭാരം വീണ്ടും കുറഞ്ഞു. അയാൾക്ക് കുറെ കൂടി ആയാസരഹിതമായി നടക്കാൻ സാധിച്ചു. അവർ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ഭാണ്ഡത്തിൻ്റെ ഭാരം കുറഞ്ഞു വന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ചുമക്കാൻ ഒന്നും തന്നെ ഇല്ലാതായി. ഇതോടെ അയാൾ കൂടുതൽ വേഗത്തിൽ ഊർജ്ജസ്വലനായി നടക്കാൻ തുടങ്ങി. എന്നാൽ നേരത്തെ അയാളെ പരിഹസിച്ചവർ ദീർഘദൂരം ഭാരമേറിയ ഭാണ്ഡം ചുമന്ന് അവശരായി മാറി എന്നാണ് കഥ. നമ്മളിൽ പലരും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കുന്നവരാണ്. എന്നാൽ ശരീരത്തിനും മനസ്സിനും ആരോഗ്യമുള്ളപ്പോൾ നാം വലിയ ഭാരങ്ങൾ എടുക്കാൻ തയ്യാറായാൽ തുടർന്നുള്ള ജീവിതം സുഖകരമായിരിക്കും. ഭാരങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പിന്നീടുള്ള ജീവിതത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് അത്ര സുഖകരമാവണമെന്നില്ല. നോ പെയിൻ നോ ഗെയിൻ എന്നാണ്.